ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ. കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം, ചിലർ വന്നു പോയതിന് ശേഷം മാത്രമേ മനസ്സിലാകുകയുള്ളൂ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം താൽക്കാലികമായി നമ്മിലേക്ക് വന്ന് പോയതെന്ന് നാം തിരിച്ചറിയുമ്പോഴേക്കും സമയങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോകും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന വലിയ ഒരു വിഷയമാണിത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇതിനോട് പറയാനുണ്ട്. നമ്മിലേക്ക് ഒത്തിരി പേർ വന്നെടുക്കും. അവർ അവരുടെ കാര്യങ്ങൾ നേടി, അവരുടെ കാര്യങ്ങൾ സാധിച്ച് അവർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാത്രമേ നാം അറിയുകയുള്ളൂ അവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മോട് ചേർന്ന് നിന്നത്. എൻ്റെ രാത്രികളെ പകലാക്കിയ എത്രയോ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള പ്രധാനമായ ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ നാം സസൂക്ഷ്മം അവരെ പഠിച്ചതിന് ശേഷം മാത്രമേ അവരോട് ചേർന്ന് നിൽക്കാവൂ. ഇല്ല എങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ നന്മയും ചോർത്തിക്കൊണ്ടു പോയതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ, അയ്യോ ആ വ്യക്തി എന്നോട് ചേർന്ന് നിന്ന് അവരുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയായിരുന്നു എന്ന്. അതുകൊണ്ട് വ്യക്തികളെ, കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി വ്യക്തമായ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയോട് മാത്രമേ അടുത്ത് നിൽക്കാവൂ. ആവശ്യങ്ങൾ കഴിഞ്ഞ് കൈ കഴുകിപ്പോകുന്ന വ്യക്തികളെ ഉണ്ടെങ്കിൽ പിന്നത്തേതിൽ അവരെ അകറ്റി നിർത്തുവാനായിട്ടിടയാകണം. എൻ്റെ രീതി അനുസരിച്ച് ഞാൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ട് ഒത്തിരി തിക്താനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി വേദനകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മിലേക്ക് അടുത്തു വരുന്ന വ്യക്തികളെ നന്നായി ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ നാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്തു കൊടുക്കാവൂ. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും നാളുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നു എങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് ഭദ്രമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഇല്ല എങ്കിൽ വന്നു ഭവിക്കുന്നത് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ
ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയും. അതിന് സർവേശ്വരൻ സർവജ്ഞാനവും ബുദ്ധിയും നൽകി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.